ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാതി മൊഡിസ്റ്റേ. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ടിപ്സൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്കാലപ്പിംഗ് ദുപ്പട്ടയുടെ ഫുൾ പ്രോസസ്സ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇത് ആരി വർക്ക് ചെയ്യുന്ന ഒരു സ്കാലപ്പിംഗ് ദുപ്പട്ടയുടെ കാര്യമാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. മെഷീൻ എംബ്രോയിഡറി ആയിട്ടും സ്റ്റോൺ ചെയിൻ വെച്ചിട്ടൊക്കെ ഒരുപാട് വേർഷൻസ് ഉണ്ടെങ്കിലും ഞാനിവിടെ കാണിക്കുന്നത് ആരി വർക്കിൻ്റെ സ്കാലപ്പിംഗ് ദുപ്പട്ട പ്രോസസ്സിംഗ് ആണ്. പാറ്റേൺ വരച്ചതിന് ശേഷം ജെറി ത്രെഡ് വെച്ച്, ഇത് ആൻറ്റിക് കളറിലുള്ള ജെറി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് സിംഗിൾ സ്റ്റിച്ചിൽ, ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ, സിംഗിൾ സ്റ്റിച്ചിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് പഠിക്കുന്ന കാലത്ത്, അതായത് കുറച്ച് വർഷം മുമ്പ് വരെ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാലപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്ന് സത്യം പറഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പഠിച്ചെടുത്ത് സമയം മുതലേ ആലോചിക്കുന്നതാണ് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യണം, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് സാധിച്ചതെന്ന് മാത്രം. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ലോക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നൊരു കാര്യമല്ല കേട്ടോ. ഒന്നാമത് ഇത് കുറച്ച് ടൈം പിടിക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ ഇതിൻ്റെ എഡ്ജസ് ഭയങ്കര നീറ്റ് ഫിനിഷിങ്ങിൽ കിട്ടും, സെക്യൂർ ആയിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇത് സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഡ്ജസ് അത്രയും ക്ലിയറിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് കാരണം നമ്മൾ ഇത് ലോക്കിംഗ് ചെയ്യാതെ സ്കാലപ്പിംഗ് ചെയ്യാറില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അരിക്കൊട്ട് നല്ല ടൈറ്റ് വേണം കേട്ടോ. എൻ്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ടൈറ്റ് കുറവുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്പീഡ് കുറവാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്കാലപ്പിംഗ് ദുപ്പട്ടയിൽ ആൻറ്റിക്കിൻ്റെ റെയിൻബോ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. രണ്ട് വരി ബീഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ ഇടുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. സെക്കൻഡ് ലൈൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സെക്കൻഡ് ലൈൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്കാലപ്പിംഗ് ദുപ്പട്ടയുടെ കാര്യം പറയാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ട ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ കാണിക്കുന്നുണ്ട്. അതിലെല്ലാം പല ഡ്രസ്സുകളിലും പലതരം സ്കാലപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് 3 ലൈൻ ബീഡ്സ് വെച്ച് ചെയ്യുന്നുണ്ട്, ഷുഗർ ബീഡ് വെച്ച് ചെയ്തതുണ്ട്, പേൾസും റൗണ്ട് ബീഡ്സും വെച്ച് ചെയ്തതുണ്ട്, പിന്നെ ഫ്ലവേഴ്സാക്കി ചെയ്തതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളോട് കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർക്ക് എന്താണോ അഫോർഡബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും വർഷമായിട്ട് നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ മുമ്പ് ഒരു ലാവൻഡർ കളറിലൊരു പാനൽ കട്ട് അനാർക്കലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കാലപ്പിങ്ങിൽ കുറച്ച് ബൂട്ടാസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് റൗണ്ട് ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 3 ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് 4 സൈഡ് വേണമെന്ന് പറയും, ചിലവർ 1 സൈഡ് മതിയെന്ന് പറയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം ഒരുപാട് പേര് പേഴ്സണലായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, വാട്സപ്പിലും മറ്റുമായിട്ട് സ്കാലപ്പിംഗ് ചെയ്യുന്നതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് വരാൻ കാരണം,
അപ്പോൾ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് തരാൻ പറ്റും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ആൻസർ ആയിക്കോട്ടെ, പിന്നെ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ വേണമെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഞാനിവിടെ 2 വരി ബീഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ ഏത് ബീഡാണ് യൂസ് ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യാറ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിങ്, അതായത് സോൾഡറിങ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ സോൾഡറിങ് ചെയ്യാറുള്ളത്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ടിപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും കോമൺലി കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. കാരണം ആ ഭാഗം കുറച്ച് ചൂട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് ഉരുക്കിയെടുക്കാൻ പറ്റും. ആര്യക്കോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ അത് ചെയ്താൽ നമുക്ക് നല്ല നീറ്റ് ഫിനിഷിൽ അത് കിട്ടുന്നതാണ്. കോട്ടിൽ സെറ്റ് ചെയ്ത ആ ഭാഗം ഇപ്പം തന്നെ ചെയ്യില്ല കേട്ടോ, അത് ലാസ്റ്റാണ് ചെയ്യുക. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെയ്തിട്ട് നമ്മൾ കോട്ടിനെ മാറ്റി കിട്ടും. കോട്ട് യൂസ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ നോക്കി നോക്കൂ എത്ര നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. വർക്കിൻ്റെ നീറ്റ്നെസ്സും സോൾഡർ ചെയ്തതിൻ്റെ നീറ്റ്നെസ്സും നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ സ്കാലപ്പിംഗ് പ്രോസസ്സ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.